നമസ്കാരം. ആസ്ഥാന മന്ദിരമായ AKG സെന്റർ നിർമ്മിക്കുന്നതിന് CPM സ്ഥലം വാങ്ങിയത് തർക്കഭൂമിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നതിന്റെ തെളിവുകൾ പുറത്ത്. ഈ സാഹചര്യത്തിലാണ് തർക്കഭൂമിയാണ് വാങ്ങുന്നത് എന്ന് പാർട്ടിക്ക് വ്യക്തമായ വിവരമുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന കത്ത് പുറത്തു വന്നത്. ഭൂമി തട്ടിയെടുത്തുവെന്ന കേസിൽ ഒരാഴ്ചയ്ക്കകം തന്നെ മറുപടി നൽകണമെന്ന് 19-ന് സുപ്രീം കോടതി CPMന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പഴയ AKG സെന്റർ നിർമ്മിക്കാൻ കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറി എന്ന ആരോപണവും നടപടികളും തുടരുകയാണ്. അതിനിടെയാണ് പുതിയ കെട്ടിടത്തെക്കുറിച്ചുള്ള ഈ കേസ്. രജിസ്ട്രേഷന് മുൻപ് തർക്കഭൂമിയാണ് ഇത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടിക്ക് നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. VSSCയിലെ ശാസ്ത്രജ്ഞ ഇന്ദു ഗോപൻ 2020 ജൂൺ 9-ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ കത്താണ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ കേസിനിടെ പരസ്യമായത്. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ക്രിമിനൽ പ്രവൃത്തിയിലൂടെ തട്ടിയെടുത്ത് CPMന് വിൽക്കാൻ ശ്രമിക്കുകയാണ്. വാങ്ങിയാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ദീർഘകാലം നീളുന്ന നിയമ പോരാട്ടമുണ്ടായേക്കാം. അതിനാൽ ഈ ഭൂമി വാങ്ങുന്നതിൽ നിന്ന് പാർട്ടി വിട്ടുനിൽക്കണം. ഇങ്ങനെയായിരുന്നു ഇന്ദു കത്തിൽ പറഞ്ഞിരുന്നത്. AKG സെന്റർ നിലകൊള്ളുന്ന ഭൂമിയുടെ ആദ്യ ഉടമ പോത്തൻ കുടുംബമായിരുന്നു. അവർ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി ജപ്തി നടപടിയുണ്ടായി. ഇതിനിടെ ഈ ഭൂമി ഇന്ദു ഗോപനും അവരുടെ ബന്ധുവും ചേർന്ന് വാങ്ങി. ഈ വേളയിലാണ് കോടതി വസ്തു ലേലം ചെയ്തത് എന്നാണ് ആക്ഷേപം. തനിക്ക് അവകാശപ്പെട്ട വസ്തു ലേലം ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ദു സുപ്രീം കോടതിയെ സമീപിച്ചത്. 1998-ൽ കോടതി ലേലത്തിൽ ഭൂമി കരസ്ഥമാക്കിയവരിൽ നിന്നുമാണ് 2021-ൽ 32 സെന്റ് ഭൂമി 6.5 കോടിയോളം രൂപയ്ക്ക് CPM വാങ്ങിയത്. ഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് CPMന് ലഭിച്ചത്. പുതിയ AKG സെന്ററിന്റെ ഭൂമി തന്റേതും മുത്തച്ഛന്റേതുമാണ് എന്ന് വിശദമാക്കുന്ന ഇന്ദു ഗോപന്റെ കത്തിൽ തർക്കം സംബന്ധിച്ച കാരണങ്ങളും നിരത്തിയിട്ടുണ്ട്. ജൂൺ 9-ന് കത്ത് ലഭിച്ച ശേഷം സെപ്റ്റംബർ 25-ന് പഴയ AKG സെന്ററിൽ വെച്ച് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തി. സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ 32 സെന്റ് സ്ഥലം 6.4 കോടി രൂപയ്ക്ക് വാങ്ങുന്നുവെന്നാണ് പ്രമാണത്തിലുള്ളത്. AKG സെന്റർ ജംഗ്ഷനിൽ നിന്നും MG റോഡിലെ സ്പെൻസർ ജംഗ്ഷനിലേക്കുള്ള ഡോക്ടർ NS വാര്യർ റോഡിന്റെ വശത്താണ് ഭൂമി. 1998 ഏപ്രിൽ 6-ന് ഇന്ദു 16 സെന്റും 2000 സെപ്റ്റംബർ 3-ന് ഇന്ദുവിന്റെ മുത്തച്ഛൻ P ജനാർദ്ദനൻ പിള്ള 16 സെന്റും വാങ്ങി. ബാധ്യതയില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു ഇടപാടുകളെന്നും ചിലർ പിന്നീട് ഈ ഭൂമി ലേല നടപടിയിലൂടെ കൈവശപ്പെടുത്തിയെന്നും കത്തിൽ പറയുന്നു. ഇതിന്റെ കേസ് നടക്കുമ്പോൾ ലേലത്തിൽ ഭൂമി കൈവശപ്പെടുത്തിയവരിൽ നിന്നും അത് വാങ്ങാൻ CPM നേതാക്കൾ ചർച്ച ആരംഭിച്ചു. അതറിഞ്ഞപ്പോഴാണ് കോടിയേരിക്ക് ഇന്ദു കത്തെഴുതിയത്. ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ക്രിമിനൽ പ്രവൃത്തിയിലൂടെ തട്ടിയെടുത്തവർ ആ ഭൂമി CPMന് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധമുണ്ടായേക്കാം. ഈ വസ്തു വാങ്ങുന്നതിൽ നിന്ന് താങ്കൾ വിട്ടു നിൽക്കണം എന്നാണ് ഇന്ദു ഗോപൻ തന്റെ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്.